ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ അതാ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് നീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ നീറ്റേക്ക് തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിറ്റം അടിച്ച് വരാണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വരട്ടെ. പിന്നെ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എന്താ കുറച്ച് പുളിയൊക്കെ ഉണക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ടേബിളിൽ ഉണക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പയറിൻ്റെ അല്ലേ പൊട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതായിട്ടൊരു പയറിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. സ്പെഷ്യൽ തോരൻ കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ പുളിങ്ങ ഉണക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നെല്ലൊക്കെ ഇതവിടെ ചാക്കൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ അങ്ങനെ ടാർപ്പായും ചാക്കൊക്കെ ഇട്ട് മൂടി വെക്കും. പിന്നെ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുറന്നിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചമുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. പിന്നെ വെണ്ടക്കൊക്കെ ഇതാ പൂവൊക്കെ ഇട്ടിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല വെണ്ടക്കയുടെ, ചെറിയ വെണ്ടക്കലാണ് കേട്ടോ. നല്ല വലുതായിട്ട് തന്നെ നല്ല വലുതാവൊന്നുമില്ല. ഇനി അഥവാ ചെറിയൊരു വലിപ്പം വെച്ചാൽ തന്നെ അപ്പം തന്നെ അത് നല്ല മൂത്തുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വെണ്ടക്ക നല്ല ഗുണമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പയറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ. അപ്പോൾ കുറച്ച് പയറുപ്പേരും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പയറൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ആദ്യം പയറൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല പയർ ഉണ്ടായി വന്നിട്ടുണ്ട്. പിന്നെ മറ്റു ഭാഗത്തുള്ളതൊക്കെ ഉണ്ടായി തുടങ്ങുന്നുള്ളൂ കേട്ടോ. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൂവ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഈ സൈഡിലായിട്ടും കുറച്ച് വെണ്ട തൈകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിമേലും വെണ്ടൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് പയറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കയും പിന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ പയറൊക്കെ പൊട്ടിച്ചതൊക്കെ നോക്കുകയാണ് കേട്ടോ. ഒക്കെ ഉണ്ടാക്കിയല്ലേ, അപ്പോൾ ആദ്യമായിട്ട് പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് പയർ അപ്പോൾ ഞാൻ പനിയൊക്കെ ആവുന്നതിൻ്റെ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ എനിക്ക് പനി ആയതുകൊണ്ട് പിന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പ് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കൊമ്പോട് കൂടിയിട്ട് തന്നെ അങ്ങനെ ഒടിച്ചിട്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഇല നുള്ളിയെടുക്കരുത്. അപ്പോൾ കറിവേപ്പ് അത്രാണ്ട് പിന്നെ വലുതായിട്ട് വരുമൊന്നുമില്ല. പിന്നെ ഒരു മുരടിച്ച പോലെ അങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊന്നു മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അവൾ വരുമ്പോഴത്തേനും ചായയും കടിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ സമയത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പൊട്ടിച്ചിട്ട് വന്നതെന്ന് മാത്രം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നല്ല വെയിലാവും. ഇപ്പോൾ നല്ല ചൂടുള്ള വെയിലല്ലേ. അപ്പോൾ കൂടുതൽ സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. അധികം കാലിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുണ്ടാവും. പിന്നെ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടി വാട്ടാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അന്ന് ഞാൻ പൂവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പൂവട പുഴുങ്ങുന്നത്. അപ്പോൾ ചില ദിവസങ്ങൾ സ്കൂളില്ലാത്ത ദിവസങ്ങൾ ഞാൻ അത് ഉണ്ടാക്കുക. അപ്പോൾ അവർക്ക് തന്നെ ആസ്വദിച്ച് കഴിക്കാനൊക്കെ ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് പൂവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചായയുടെ വെള്ളം തിളച്ചിട്ട് അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് തിളച്ചത്. അപ്പോൾ ഞാൻ ചായക്കുള്ള പൊടിയൊക്കെ നിട്ടിട്ട് അതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ മാവ് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെടിയുടെ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിച്ചണിലത്തെ പണിയെക്കാട്ടും കൂടുതൽ ഇഷ്ടം എനിക്ക് അങ്ങനെ ചെടികളോടാണ് കേട്ടോ കൂടുതൽ താല്പര്യം. ചെടി ഉണ്ടാക്കാനും പിന്നെ അതിൻ്റെ പരിചരണവും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ ഇത് ഞാൻ പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഞാൻ നമ്മൾ ചെറിയ കുട്ടികളില്ലേ അതിലത്തെ ആ ഒരു നമ്മളെ കുത്തുന്ന ഒരു കുട്ടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പിന്നെ അധികം നമുക്ക് കുഴച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ കുറച്ച് സമയം ഒരു 5 മിനിറ്റോളൊക്കെ നന്നായിട്ട് അങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ ചൂടോട് കൂടിയിട്ടാകുമ്പോൾ നമുക്ക് കൈകൊണ്ട് അങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഞാൻ കുഴച്ചിട്ടൊക്കെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൈക്കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് പ്രസ്സിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ എനിക്ക് കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ. പ്രസ്സിലാകുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോകും നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത്. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങയും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടി ആയിട്ടാട്ടോ. പിന്നെ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ. പിന്നെ നമുക്ക് ഇത് ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ നൂൽപുട്ടിൻ്റെ ആ ഒരു തട്ടില്ലേ അതിലോ ഒക്കെ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതാ നൂൽപുട്ടിൻ്റെ തട്ടിൽ ഇതുപോലെ ഇല വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ആ തട്ടിലിങ്ങനെ അങ്ങനെ ഒട്ടിപ്പിടിക്കുള്ളൂ നമ്മൾ വെന്ത് വന്ന സമയത്ത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുക്കാനും പറ്റും. അങ്ങനെ എന്താ ഞാനിത് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ എന്താ നമ്മുടെ പൂവടൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഉടഞ്ഞ് പോയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ പൊട്ടി പോയിട്ടൊന്നുമില്ല. പിന്നെ ഞാനിതിങ്ങനെ എടുക്കുന്ന സമയത്ത് കമ്പിയുമ്പോൾ തട്ടിയിട്ട് ഒരെണ്ണം മാത്രം അങ്ങനെ ചെറുതായിട്ടൊരു പൊട്ട് ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഓക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ കുഴപ്പമുണ്ടാവില്ല. ചിലർക്കൊന്നും രാവിലെ തന്നെ ഇതുപോലെ മധുരമൊന്നും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇവിടെ കുട്ടികൾക്കും ഇക്കാക്കും എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. മധുരം ഞങ്ങൾ അട പുഴുങ്ങിയതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിടാം കേട്ടോ. എന്നിട്ട് പിന്നെ ചായ അടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പണി കഴിഞ്ഞേക്ക് തന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിടാൻ വെച്ചാൽ നമുക്ക് ഉച്ചക്ക് പണി ചെയ്യുമ്പോൾ നല്ലൊരു കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉഷാറുണ്ടാവും പിന്നെ പണി ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആകെ പരന്നിട്ടൊക്കെ എടുക്കുക പിന്നെ നമുക്കൊരു മടുപ്പ് തോന്നും. ഇനിയിപ്പോൾ ഉച്ചക്കൾക്ക് ഉണ്ടാക്കണ്ടേ, ഇനിയിപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണ്ടേ, അങ്ങനെയുള്ളൊരു മടുപ്പും വരും. അപ്പോൾ നിങ്ങൾ എന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആദ്യം ക്ലീൻ ആക്കിയിടുക. അതിന് ശേഷം പിന്നെ ഉച്ചകൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇനി ഉച്ചകൾക്കുള്ള ഫുഡിനുള്ള അരി ഞാൻ ഇടാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ചോറ് വെക്കുന്നത് കേട്ടോ. മിക്ക ദിവസങ്ങളും പുറത്ത് തന്നെ വെക്കാറ്, ചില ദിവസങ്ങൾ അതിനെ അകത്തതുപോലെ കുക്കറിലും വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ആദ്യം വെച്ചിട്ട് അതൊന്ന് തിളച്ചതിന് ശേഷമാണ് അരി ഇടുക കേട്ടോ. കുക്കറിൽ ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇനി പയർ ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഉള്ളിയും ഉണക്കമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ഒരു പയറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഉപ്പിട്ടിട്ട്. പയറുപ്പേരൊക്കെ വെക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതിൽ ഒരുപാട് പയറൊന്നുമില്ല കേട്ടോ, കുറച്ച് പയർ തന്നെ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായതല്ല, അപ്പോൾ അത് എന്താണ് ഉള്ളത് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുക്കറിൽ വേവിക്കുന്നവരുണ്ടാവും ഈ പയറൊക്കെ. ഇവിടെ ഇക്കാക്കൊക്കെ ഒരു പച്ച കളറിൽ തന്നെ വേണം കേട്ടോ പയർ. അപ്പോൾ അധികം വല്ലാതെ വേവാത്ത ഒരു രീതിയിൽ വേണം എടുക്കാൻ. ഒരു 3/4 വേവോളം വേവിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. നല്ല ഉടഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടമില്ല ഒട്ടും ഇക്കാക്കൊക്കെ പയർ ഉപ്പേരിയൊക്കെ. നമുക്ക് പയറിലായിട്ടുള്ള തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി ചൂടായ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം കടുകും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഒരു പയറിൻ്റെ ഇല ഞാൻ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ തോന്നും, പക്ഷെ ഇത് ഒന്ന് ആവി കയറിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ചുരുങ്ങി പോകും കേട്ടോ. പിന്നെ നമ്മൾ ഈ കാണുന്ന അത്ര തോരനൊന്നും ഉണ്ടാവില്ല. ഇല ഐറ്റംസുകളൊക്കെ അങ്ങനെ തന്നെയല്ലോ, ഒന്നുകൊണ്ട് ആവി കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്നിട്ട് ചുരുങ്ങിയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ആവി കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നിട്ട് മിക്സ് ചെയ്ത് ചേർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ദൈഷമോൻ ഏറ്റു വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവനക്കുള്ള ചായ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പത്തിരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഉരുള അവനക്ക് വേണ്ടി മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അതിട്ടുള്ള കളിയാവും. പിന്നെ ആ ടേബിളിലും എല്ലായിടും ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷേ കൊടുക്കാതെ എന്നിട്ടുണ്ടെങ്കിൽ അന്ന് പൊടി എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത് ഭയങ്കര പ്രശ്നമാവും കേട്ടോ. അപ്പോൾ ഞാനും കുട്ടിക്കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആവും. മാവ് ഒക്കെ കയ്യിൽ പിടിച്ചിട്ടും ഒക്കെ ഉമ്മമാരെ അങ്ങനെയല്ല കുട്ടികളെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ പരത്താനും ചുടാനൊക്കെ കൂടും. പിന്നെ പണി ഭയങ്കര മെനക്കെടാവും. അപ്പോൾ അത് നല്ല കടം നന്നായിട്ട് തന്നെ പരത്തിയിട്ടുണ്ട്. നല്ല വെയിൽ കൊള്ളാൻ വേണ്ടി. അപ്പോൾ 2 ദിവസം വെയിൽ കൊണ്ടുണ്ടെങ്കിൽ പിന്നെ ചാക്കിലാക്കി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ പൊന്നുട്ടി ഇവിടെ തുണികളൊക്കെ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ
ക്ലീനിങ്ങൊക്കെ കുട്ടികൾ ചെയ്യും. അടിക്കലും തുടക്കലും തുണികൾ മടക്കിക്കലും അങ്ങനെയുള്ള പണികളൊക്കെ അവരാണ് ചെയ്യുക കേട്ടോ. സ്കൂളില്ലാത്ത ദിവസം ശനി ഞായറും അവരുടെ ഡ്യൂട്ടിയാണ് കേട്ടത്. പിന്നെ ഇതാ പയറൊക്കെ ഏകദേശം വേവാറായിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ പയറിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തല്ലേ. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടാകുന്നില്ല. പിന്നെ ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല ലോ ഫ്ലെയിം ഇട്ട് തന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതാ മിക്സർ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു 1.5 പിടിയോളം കൈപ്പിടി ഇട്ടോ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇതൊരു 3-4 ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായ പച്ചമുളകുകൾ അപ്പോൾ അധികം എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മിക്സർ ജാറിട്ട് ഒന്നുകൊണ്ട് ചതച്ചെടുത്താൽ മാത്രം മതി. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കൊന്നും ചെയ്യരുത്. ഒന്നുകൊണ്ട് കറക്കിയെടുത്താൽ മതി. അല്ലാതെ ഒരു പേസ്റ്റ് ആവാതെ നല്ല ഒരു ചതഞ്ഞ രീതിയിൽ മാത്രം മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പയറിലൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഉണ്ടായില്ല, അതൊക്കെ ഒന്ന് നന്നായി വറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ചതച്ചിട്ടുള്ള ഒരു തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരുന്നത് നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു തേങ്ങയിൽ നമ്മൾ ഈ ഉള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്തല്ല. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിട്ടോ. അപ്പോൾ ഈ സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പയറിൻ്റെ തോരൻ കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പിന്നെ കറിയുടെ ഒന്നും അവന് ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പയറിലേക്കുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കാൻ്റെ അമ്മ ഇല്ല, ഇവിടുന്ന് പോയിക്കണം കേട്ടോ. അപ്പോൾ ഇല്ലാത്ത ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് പോയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഉമ്മാക്ക് കുറച്ച് പൂവട പുഴുങ്ങിയതും പിന്നെ കുറച്ച് തോരനും കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് കുറച്ച് മാങ്ങയുടെ അച്ചാറിട്ടുണ്ട്. അപ്പോൾ അമ്മ പോണിൻ്റെ തലേ ദിവസമാണ് ഇത് ഇട്ട് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതും കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മാക്കളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പൊന്നുട്ടീനെ ഇട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, 2 വീട് അപ്പുറമാണ് അനിയൻ്റെ വീട്ടുള്ളത്. അപ്പോൾ പൊന്നുട്ടി കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അവളത്തെ അത് കൊടുത്തേക്കണ്ട. അപ്പോൾ അവളത് കൊണ്ടു കൊടുക്കുകയാണ്. പിന്നെ ഉച്ചകൾക്ക് ഞാൻ കറിയായിട്ട് സാമ്പാറാണ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കിച്ചണത്തെ പണി കഴിഞ്ഞ സമയത്ത് തന്നെ കുട്ടികൾ വന്നിട്ട് പിന്നെ കിച്ചണും കൂടി അടിച്ച് തുറക്കലൊക്കെ കഴിഞ്ഞിട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് കിച്ചണൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടേക്കുള്ള മാങ്ങയുടെ അച്ചാർ, പിന്നെ കുറച്ച് ചീനമുളക് ഉപ്പിലിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് കൊടുത്തിട്ടുള്ള ഒരു മുളക് അവിടെ വെച്ചിരിക്കാൻ കേട്ടോ. അങ്ങനെ ഉച്ചകളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ നിസ്കാരം കൂടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ചോറ് കഴിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നാടൻ രീതിയിലൊരു ഫുഡാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തന്നെ നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പയറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഐറ്റംസുകളൊക്കെ. പിന്നെ വൈകുന്നേരത്തെ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം പുറത്ത് കുറച്ചധികം പണിയിടാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കയറിയതിന് ശേഷം പിന്നെ എല്ലാവരും അതിന് നിസ്കാരവും കാര്യങ്ങളൊക്കെ. അതെ, എവിടേക്കാ പോണ്? അതെ. അപ്പോൾ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കയറിയൊക്കെ തന്നെ എന്തൊക്കെ കഴിക്കാനും കുടിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അവിൽ മിൽക്ക് ഇങ്ങനെ കുടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ എക്കട് പറഞ്ഞ് നമുക്ക് അവിൽ മിൽക്ക് പോയി കഴിച്ചാൽ പറഞ്ഞു. അപ്പോൾ എന്നാൽ ഓക്കെ, നമുക്ക് പോവാം, നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പോവാറിട്ട. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഒരുങ്ങിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഹായ്, അപ്പോൾ ഞങ്ങൾ അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ഏത് കളിക്കാൻ പോകണമെന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഗേറ്റ് തുറക്കാൻ പോവാണ്. പക്ഷെ ഇപ്പോൾ ഷൂസുണ്ട്, നമുക്ക് ഗേറ്റ് തുറക്കാം. എന്താടാ? ഇതൊന്നും കാണാനില്ല. എനിക്ക് ഗേറ്റ് തുറക്കാം. നിങ്ങളെല്ലാവരും പറന്നിട്ട് ഇറങ്ങിക്കണം ഗൈസ്. പൂച്ചത് അവിടെ കുറെ നേരം ഇതാക്കുന്നത്. പോവാണ്. അപ്പോൾ ഇതാ കൂട്ടിനോട് ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട്.
അപ്പോൾ ഗൈസ് ഞങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ചോക്ലേറ്റ്സിൻ്റെയും എന്തിൻ്റെ ഓർഡർ ചെയ്ത് ചോക്ലേറ്റ് പിന്നെ ഉമ്മ നട്സിൻ്റെയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് പ്ലേറ്റ് സ്പൂണാണ്. അവർ ഞങ്ങളെ പറ്റിച്ച് ഗൈസ്. അപ്പോൾ പൊന്നു ചോക്കോസിൻ്റെ കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിന്നുട്ടി ഓർഡർ ചെയ്തൊരു ചോക്ലേറ്റിൻ്റെ കേട്ടോ. പക്ഷെ അവൾ പ്രതീക്ഷിച്ച പോലെ ചെറിയ ക്ലാസ്സിലുള്ള കേട്ടോ വന്നത്. അപ്പോൾ അവൾക്ക് വലുത് വേണം പറഞ്ഞു. അപ്പോൾ ഇഷ്മുനെ കണ്ടേക്കിന് അവനക്ക് വേണം പറഞ്ഞു. പിന്നെ അവനക്കത് കൊടുത്തിട്ട് പിന്നെ മിന്നുവിന് വേറെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിളിൻ്റെ കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫ്രൂട്ട്സും നട്ട്സും മാത്രമായിട്ടുള്ള ഒരു അവിൽ മിൽക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അങ്ങനത്തെ എല്ലാവരും കഴിക്കട്ടെ. എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുള്ളത് ഇക്കാൻ്റെ ഒരു പൈനാപ്പിളിൻ്റെ തന്നെ കേട്ടോ. അങ്ങനത്തെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളതൊക്കെ കിട്ടിയ ശേഷമാണ് മിനുട്ടി വീണ്ടും ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ അവൾ ആദ്യം ഓർഡർ ചെയ്തത് വല്ലാതെ ചെറുതായി പോയി. അപ്പോൾ അവൾ ഫോട്ടോയിൽ കണ്ട പോലെ അല്ല, അത് നല്ല ചെറിയ ഗ്ലാസ്സായിരുന്നു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇഷ്മോൻക്ക് അത് കൊടുത്തിട്ട് പിന്നെ അവൾക്ക് വേറെ ഓർഡർ ചെയ്തു. അങ്ങനത്തെ എല്ലാവരും നന്നായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് കുടിച്ചു. ഇഷ്യൂ ചെറുതായിട്ട് അപ്പം കഴിച്ചു. നമ്മൾ സാധനമൊക്കെ കിട്ടിയിട്ടുള്ളൂ. കഴിച്ചിട്ടുണ്ട്. ചോക്കോസ് അതെടുക്കണേ എടുക്കട്ടെ. നമ്മളിതിങ്ങനെ നടക്കാം. അങ്ങനെ അത് അവിടെ നിന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ പൊന്നാണ് കൂടുതലായിട്ടും വീഡിയോ എടുക്കാറ്. അപ്പോൾ അവൾ വെറുതെ ഓരോന്നും പറഞ്ഞതായി ഞാൻ അങ്ങനെ തന്നെ ഇതിൽ തന്നെ ആഡ് ചെയ്താട്ടാ. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്താവും അവൾ തന്നെ ഇത് കാണുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്ന എല്ലാവർക്കും ബൈ.